അണുബോംബ് നിർമ്മിക്കും. അത് ഇസ്രായേൽ എന്ന രാജ്യത്തെ തുടച്ചു നീക്കും. സ്വന്തം രാജ്യത്തെ പ്രതിരോധിക്കണം. ഇത് പറഞ്ഞാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിൽ മിസൈലുകൾ വർഷിച്ചത്, ആക്രമണം തുടങ്ങിയത്. ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് മുഴുവൻ ഇറാന്റെ ആണവ നിലയങ്ങളായിരുന്നു. കഴിഞ്ഞ 6 ദിവസമായി നെറ്റാൻസിലും മറ്റും വ്യോമാക്രമണം നടത്തി. പക്ഷേ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അടക്കം പറയുന്നത്. ഇവിടെയാണ് ഇസ്രായേൽ അമേരിക്കയുടെ എൻട്രി ആഗ്രഹിക്കുന്നത്. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് ഇനി അമേരിക്കയുടെ സഹായം വേണം. ഇസ്രായേലിന് വേണ്ടത് ബങ്കർ ബസ്റ്റർ മിസൈലുകളാണ്. എന്താണ് ഈ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ എന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ഇറാനിലെ ആണവ നിലയങ്ങളാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഈ കാണുന്ന പോലെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ മുഴുവൻ ആക്രമണങ്ങളും. അവിടെ ഇസ്രായേലിന് തടസ്സമാകുന്നത് ഈ ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളുടെ ഭൂപ്രകൃതിയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. നമുക്ക് ഉദാഹരണത്തിന് ഫോർദോ ആണവ നിലയം എടുക്കാം. ഇറാനിലെ ഏറ്റവും വലിയ ആണവ സമ്പുഷ്ടീകരണ നിലയമാണ് ഈ പറയുന്ന ഫോർദോ. പർവ്വത മേഖലയ്ക്ക് അടിയിലാണ് ഈ ആണവ നിലയം സ്ഥിതി ചെയ്തത്. അതായത് ഫോർദോ നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ സാധാരണ മിസൈലുകളും ബോംബുകളും കൊണ്ട് സാധിക്കില്ല. ഇസ്രായേൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിന് പരിശ്രമിച്ചിരുന്നു, പക്ഷേ പരാജയപ്പെട്ടു. അവിടെയാണ് അമേരിക്കയുടെ സഹായം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതും ഇസ്രായേലിന് ആ സഹായം അനിവാര്യമാകുന്നതും. അമേരിക്കയുടെ കയ്യിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇസ്രായേലിന് വേണ്ടത്. മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ അഥവാ GBU-57. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏത് ബങ്കറും തുളച്ചു കയറാൻ കഴിയുന്ന ബോംബുകൾ. 14,000 കിലോയാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബിന്റെ ഭാരം എന്ന് പറയുന്നത്. 200 അടി കട്ടിയുള്ള പാറകൾ വരെ തകർത്ത് ഉള്ളിലേക്ക് പോകാൻ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് കഴിയും. അതായത് ഭൂഗർഭ ബങ്കറുകളും അതോടൊപ്പം തന്നെ ഈ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളുമൊക്കെ തകർക്കാൻ, സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വികസിപ്പിച്ചെടുത്തതെന്ന് ചുരുക്കം. ബോയിങ് ആണ് ഈ MOPയുടെ ഈ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത്. നോക്കൂ, അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കരുത്തുറ്റ ഒരു സ്റ്റീലിൽ നിർമ്മിച്ച ഒരു പുറം പാളി ഉണ്ടാകും. പാറകളിലൂടെയും അതോടൊപ്പം തന്നെ ഈ കോൺക്രീറ്റിലൂടെയും ഒക്കെ ഊർന്നിറങ്ങാൻ ഈ സ്റ്റീൽ ആവരണം സഹായിക്കും. 2400 കിലോ ഭാരമുള്ള സ്ഫോടക വസ്തുക്കളും ഇതിന് വഹിക്കാൻ കഴിയും. ഡിലേഡ് ആക്ഷൻ ഡിറ്റനേഷൻ സിസ്റ്റം എന്ന ജ്വലന സംവിധാനമാണ് ഈ ബോംബിലുള്ളത്. ഭൂഗർഭ അറകളിലേക്കും അതോടൊപ്പം ടണലുകളിലേക്കും ഊർന്നിറങ്ങി സ്ഫോടനം നടത്താൻ കഴിയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രഹരം അത് കനത്തതായിരിക്കും. നശീകരണത്തിന്റെ തോതും കൂടും. അതാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേണമെന്ന് ഈ ഘട്ടത്തിൽ ഇസ്രായേൽ ആവശ്യപ്പെടാനുള്ള കാരണം.